പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും കഥകൾ കാര്യങ്ങൾ എന്നുള്ള കഥാ ചാനലിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഒരു ചൈനീസ് നാടോടി കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു രാജാവിന് മക്കളുണ്ടായിരുന്നില്ല. തൻ്റെ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കണമല്ലോ. അതിനുവേണ്ടി രാജാവ് ഒരു കാര്യം ആലോചിച്ചു. എന്താണെന്നല്ലേ? ആ നാട്ടിലെ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടിയെ ദത്തെടുക്കുക, അവനെ തുടർ ഭരണം ഏൽപ്പിക്കുക. എങ്ങനെയാണ് ഏറ്റവും മിടുക്കനായ കുട്ടിയെ തിരഞ്ഞെടുക്കുക? അതിന് രാജാവ് കണ്ടുപിടിച്ച സൂത്രം ഇങ്ങനെയായിരുന്നു. നാട്ടിലുള്ള ഏതാനും കുട്ടികളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചെടിയുടെ വിത്ത് നൽകി. എന്നിട്ട് രാജാവ് പറഞ്ഞു, 6 മാസക്കാലത്തിനുള്ളിൽ ഈ വിത്തിൽ നിന്ന് നല്ല ചെടിയുണ്ടാക്കി അതിനെ വേണ്ടവണ്ണം പരിപാലിച്ച് ഏറ്റവും കരുത്തുള്ള, ഏറ്റവും സൗരഭ്യമുള്ള, ഏറ്റവും ഭംഗിയുള്ള പൂവിനെ ആരാണോ കൊണ്ടുതരുന്നത് അവരെ ഞാൻ എൻ്റെ അനന്തരാവകാശിയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ കുട്ടികളെല്ലാം രാജാവ് കൊടുത്ത വിത്തുമായി പോയി. 6 മാസം കഴിഞ്ഞു. രാജാവ് നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞു. എല്ലാവരും രാജകൊട്ടാരത്തിലേക്ക് തങ്ങൾ നട്ട് വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന ചെടിയിൽ നിന്നും മനോഹരമായ പൂക്കളുമായി രാജകൊട്ടാരത്തിലെത്തി. രാജാവിന് വളരെ സന്തോഷമായി. പലരുടെയും പൂവ് നല്ല വലിപ്പമുള്ളത്, നല്ല സുഗന്ധമുള്ളത്, നല്ല സൗന്ദര്യമുള്ളത്. എന്നാൽ ആ നാട്ടിലെ ഒരു കുട്ടി മാത്രം രാജാവ് കൊടുത്ത വിത്ത് നട്ട ചട്ടിയുമായിട്ടാണ് ചെന്നത്. എല്ലാവരും അത്ഭുതത്തോടെ ആ കുട്ടിയെ നോക്കി. അവന് വല്ലാത്ത സങ്കടം കണ്ണിൽ നിറഞ്ഞിരുന്നു. ഞാൻ പോകുന്നില്ല രാജാവിൻ്റെ അടുത്തേക്ക് എന്ന് കുട്ടി വീട്ടിൽ നിന്ന് പലവട്ടം അമ്മയോട് പറയുകയും ചെയ്തു. താൻ നട്ട വിത്ത് മാത്രം എന്താണ് മുളയ്ക്കാത്തത് എന്ന് അവൻ ആലോചിച്ചിരുന്നു. ധാരാളം വെള്ളമൊഴിച്ചു, വളമിട്ടു, പല പ്രാവശ്യം ചട്ടി മാറ്റി നോക്കി, മണ്ണ് മാറ്റി നോക്കി, എന്നിട്ടൊന്നും വിത്ത് മുളച്ചില്ല. ഞാൻ പോകുന്നില്ല, എല്ലാവരും നല്ല പൂക്കളും കൊണ്ടുവരും, എനിക്ക് മോശമാവും എന്ന് കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു. എങ്കിലും അമ്മ കുട്ടിയോട് പറഞ്ഞു, സാരമില്ല, നീ പരിശ്രമിച്ചല്ലോ, കാര്യം രാജാവിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയും രാജാവിൻ്റെ മുന്നിൽ വിത്ത് നട്ട ചട്ടിയുമായി എത്തി. ചട്ടിയുമായി വന്ന കുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് അത്ഭുതവും ഒപ്പം സന്തോഷവും തോന്നി. എവിടെ? നീ നട്ട വിത്തെവിടെ? ചെടി എവിടെ? പൂവെവിടെ? രാജാവ് കുട്ടിയോട് ചോദിച്ചു. വളരെ ദയനീയ ഭാവത്തിൽ കുട്ടി പറഞ്ഞു, മഹാത്മൻ, ഞാൻ വിത്ത് നട്ടിരുന്നു, ദിവസവും വെള്ളമൊഴിച്ചിരുന്നു, അത് മുളയ്ക്കുന്നില്ല. ഓരോ പ്രാവശ്യവും മണ്ണും വളവും ഒക്കെ മാറ്റി നോക്കി, എന്നിട്ടും ഇത് മുളച്ചില്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ രാജാവിന് മുമ്പെങ്ങുമില്ലാത്ത സന്തോഷം മുഖത്ത് നിറഞ്ഞു. നീയാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ പിന്തുടർച്ചാവകാശി. കാരണം നട്ടാൽ മുളയ്ക്കാത്ത വിത്തുകളായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തന്നത്. നീ മാത്രം സത്യസന്ധതയോടെ പെരുമാറി എൻ്റെ മുന്നിൽ സത്യം മാത്രം അവതരിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവരാവട്ടെ വേറെ ഏതോ ചെടിയുടെ വിത്ത് നട്ട് അവ മുളപ്പിച്ച പൂക്കളുമായിട്ടാണ് വന്നത്. നിന്റെ മനസ്സിന് പൂവിനേക്കാൾ സൗന്ദര്യമുണ്ട്, പൂവിനേക്കാൾ സുഗന്ധമുണ്ട്. നീ തന്നെയാണ് എൻ്റെ പിന്തുടർച്ചാവകാശി എന്ന് പറഞ്ഞു. മറ്റുള്ള കുട്ടികൾക്കെല്ലാം തങ്ങൾ കളവ് ചെയ്തതിൽ, കളവ് പറഞ്ഞതിൽ നാണം തോന്നി. അവർ തിരിച്ചുപോയി. രാജാവ് മിടുക്കനായ ആ കുട്ടിയെ തൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ട് നിയമിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, സത്യത്തിന് പൂവിനേക്കാൾ ഭംഗിയുണ്ട്, പൂവിനേക്കാൾ മണവുമുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും സത്യസന്ധരായിരിക്കാം.